ഒരേ ദിവസം തന്നെ ഒന്നിലധികം എക്സാമുകൾ വന്നു. ഈ ഒരു ടൈം ടേബിൾ ഫോളോ ചെയ്തുകൊണ്ടുള്ള പഠനം നിങ്ങൾ ഇയേഴ്സ്. സോ ഓണപരീക്ഷ എന്നാണ് നടക്കാൻ പോകുന്നത്? ഡേറ്റ് ഏകദേശം നമുക്കറിയാം. ഇനി ടൈം ടേബിൾ ആണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പൊ ടൈം ടേബിളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് മക്കളെ. അത് നിങ്ങൾക്ക് ഇപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക ആൻഡ് പഠനം ഇന്ന് തന്നെ തുടങ്ങുക. യെസ്. അപ്പൊ +2 ഓണം എക്സാമിന്റെ ടൈം ടേബിൾ വരിക ഒരു എക്സാം തുടങ്ങുന്നതിന് ഒരു 10 ദിവസം മുന്നേ ആയിരിക്കും, അല്ലെങ്കിൽ ഒരു 12 ദിവസം മുന്നേ ആയിരിക്കും. ഇത്രയും ഒരു ഗ്യാപ്പ് മാത്രമായിരിക്കും ടൈം ടേബിളിൽ നിങ്ങൾക്ക് കിട്ടുക. ചിലപ്പോൾ ഒരു 1 വീക്ക് മുന്നേ ഒക്കെ വന്ന ഇതുവരെയുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒരു 1 വീക്ക് മുന്നേ മാത്രം നിങ്ങൾ ടൈം ടേബിൾ എക്സ്പെക്ട് ചെയ്യുക. ആൻഡ് നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2025 ടൈം ടേബിൾ നോക്കുകയാണ്. ഈ ഒരു ടൈം ടേബിൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഉറപ്പായും അറിഞ്ഞിരിക്കണം. ആൻഡ് ഈ ഒരു ടൈം ടേബിൾ വെച്ചുള്ള പഠനം നിങ്ങൾ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് ഞാൻ പറയുന്നത്. സോ കഴിഞ്ഞ വർഷത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ആദ്യം ഒരു ടൈം ടേബിൾ വന്നു. ഒരു ഓഗസ്റ്റ് 4 കൂടി ഒരു ടൈം ടേബിൾ പബ്ലിഷ് ചെയ്തു. ആൻഡ് ആ ടൈം ടേബിളിൽ പിന്നീട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. കാരണം ഓഗസ്റ്റ് 8 കൂടി പുതുതായിട്ട് റിവൈസ് ചെയ്ത ഒരു ടൈം ടേബിൾ കൂടി വന്നു. കാരണം ഒരു ദിവസം തന്നെ ഒന്നിലധികം എക്സാമുകളായിരുന്നു ആദ്യത്തെ ടൈം ടേബിൾ പ്രകാരം ഉണ്ടായിരുന്നത്. അപ്പൊ കുട്ടികൾക്ക് ഇത് ഭയങ്കര ബേർഡൻ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഒത്തിരി അഭിപ്രായങ്ങൾ വന്നതുകൊണ്ട് തന്നെ ടൈം ടേബിൾ ഒന്ന് റീപബ്ലിഷ് ചെയ്തിരുന്നു, ഒന്ന് റിവൈസ് ചെയ്തിരുന്നു. അപ്പൊ റിവൈസ് ചെയ്ത ടൈം ടേബിൾ നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ വർഷം 18-ാം തീയതിയായിരുന്നു എക്സാം തുടങ്ങുന്നത്. അപ്പൊ ഈ വർഷത്തെ പ്രത്യേകത, നമ്മുടെ വിദ്യാഭ്യാസ കലണ്ടർ അനുസരിച്ച് നമുക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 13-ാം തീയതി. അതായത് എക്സാം ഇത്തവണ നേരത്തെ ഉണ്ട്. എന്നാൽ പോർഷൻസ് കുറയുമോ എന്ന് ചോദിച്ചാൽ യാതൊരു സാധ്യതയും നമ്മൾ കാണുന്നില്ല. ഇപ്പൊ കെമിസ്ട്രിയെ സംബന്ധിച്ച് ആദ്യത്തെ 4 ചാപ്റ്റേഴ്സ് ആണ് കഴിഞ്ഞ വർഷം വരെ ഉണ്ടായിരുന്നത്. ഈ വർഷവും എന്തായാലും 4 ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കേണ്ടതായിട്ട് തന്നെ വരും. ആദ്യ 4 ചാപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ പോർഷൻസിൽ വലിയ കുറവൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. പക്ഷെ എക്സാം എന്ത് ചെയ്യുന്നുണ്ട്? നേരത്തെ ഒരു 1 വീക്ക് ബിഫോർ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് കിട്ടുന്ന സമയവും പഠിക്കാനുള്ള ടൈമും എന്തായിരിക്കും മക്കളെ? കുറവായിരിക്കും. ആ ഒരു കാര്യം മനസ്സിലാക്കുക. ഇത്തവണ ഓണം നേരത്തെയാണ്. അപ്പോൾ ഓണ പരീക്ഷയും നേരത്തെ തന്നെയാണ്. അപ്പോൾ ഓണത്തിന് ശേഷമായിരിക്കും എക്സാം എന്നൊക്കെയുള്ള ഒരു ഇതൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊന്നും കൺഫേം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മുൻപ് തന്നെ എക്സാം എക്സ്പെക്ട് ചെയ്ത് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങുക. റെഡി? യെസ്. അപ്പോൾ 13-ാം തീയതി എക്സാം സ്റ്റാർട്ട് ചെയ്യാണ്. ആൻഡ് എക്സാം എൻഡ് ചെയ്യുന്നത് 21-ാം തീയതി, ഏകദേശം 20-ാം തീയതിയോട് കൂടി അവസാനിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതായത് 5, 6, 7 ദിവസമാണ് നമുക്ക് എക്സാമിന് കിട്ടുന്നത്. അപ്പൊ ചിലപ്പോൾ ഒരു ദിവസം ഒന്നിലധികം എക്സാം വരാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവത്തില്ല, സാധ്യതയുണ്ട്. യെസ്. അപ്പൊ നോക്കാം. കഴിഞ്ഞ തവണ 18-ാം തീയതിയായിരുന്നു എക്സാം സ്റ്റാർട്ട് ചെയ്തത്. സെക്കൻഡ് ലാംഗ്വേജിലാണ് സ്റ്റാർട്ട് ചെയ്തത്. ദെൻ അടുത്ത സയൻസുകാരുടെ എക്സാം നടന്നത് 19-ാം തീയതി. അതായത് ഗ്യാപ്പ് ഒന്നും അധികം ഇല്ല. മാത്തമാറ്റിക്സിന്റെ എക്സാം തൊട്ടടുത്ത ദിവസം തന്നെ നടന്നു. ആൻഡ് 20-ാം തീയതി ബയോളജി, 22-ാം തീയതി ഫിസിക്സ്, 25-ാം തീയതി 26-ാം തീയതി ഇംഗ്ലീഷിന്റെ എക്സാമുമാണ് നടന്നത്. 27-ാം തീയതി കെമിസ്ട്രിയുടെ എക്സാമും നടന്നു. ആൻഡ് 21-ാം തീയതി കമ്പ്യൂട്ടർ സയൻസ്. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെയധികം വലിയ ഗ്യാപ്പ് ഒന്നുമില്ല. മെയിൻ ആയിട്ടുള്ള എക്സാമുകളൊക്കെ അടുപ്പിച്ച് തന്നെയാണ് നടന്നത്. അപ്പോൾ ആ ഒരു എക്സാമിനിടയിൽ പഠിക്കാം എന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പോഴേ മാറ്റി വെച്ചേക്കുക മക്കളെ. നടക്കാൻ പോകുന്നില്ല. വളരെ ടൈറ്റ് ആയിട്ടുള്ളൊരു ടൈം ടേബിൾ തന്നെയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. അതുമല്ല എക്സാം ഓഗസ്റ്റ് 2nd വീക്കോടുകൂടി തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. സോ വളരെ കുറച്ച് സമയമാണ് ഇനി നമ്മുടെ മുന്നിലുള്ളത്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയില്ലെങ്കിൽ ഉറപ്പായും നമുക്ക് എക്സാം നല്ല രീതിയിൽ ക്രാക്ക് ചെയ്യാൻ സാധിക്കില്ല. അപ്പൊ ടൈം ടേബിൾ ഈ ഒരു പ്രശ്നം നിങ്ങൾ ഇപ്പോഴേ മനസ്സിലാക്കി വെക്കുക. അല്ലാണ്ട് ടൈം ടേബിൾ വന്നിട്ട് അയ്യോ ഞങ്ങൾക്ക് സമയമില്ല എന്ന് കരുതി ഇരുന്നിട്ട് ഒരു കാര്യവും ഒരു പ്രയോജനവും ഇല്ല. നമുക്ക് അതിൽ നിന്നൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പൊ ഈ ഒരു ടൈം ടേബിൾ ഇങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു ടൈം ടേബിൾ അനുസരിച്ചുള്ള പഠനം നിങ്ങൾ ഇന്ന് തന്നെ തുടങ്ങുക. ആൻഡ് ഓണപരീക്ഷയ്ക്ക് ഏറ്റവും വലിയ ഹാപ്പി ന്യൂസ് എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 7 വർഷത്തെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് റെക്കോർഡ് ചെയ്ത് വെച്ച ബണ്ടിൽസ് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകളും ആൻഡ് ഓണം എക്സാമിന്റെ സ്പെഷ്യൽ ലൈവ് ക്ലാസ്സുകളും ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നമ്മുടെ ഓണം എക്സാം സ്പെഷ്യൽ ബാച്ചിന്റെ ലോഞ്ച് കഴിഞ്ഞിട്ടുണ്ട് മക്കളെ. അഡ്മിഷൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് ഒപ്റ്റ് ചെയ്ത് ക്ലാസ്സുകൾ കാണാവുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ച വീഡിയോസ് അതിൽ അവൈലബിൾ ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കാത്തിരിക്കുക. ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ.